1919 ഡിസംബർ 25 ഒരു ക്രിസ്മസ് ദിനത്തിൽ ലക്നൗ സിറ്റിയിൽ കോർട്ട് മുൻസിഫായിരുന്ന വഹീദ് അലിയുടെ പുത്രനായിട്ടാണ് ആ കുഞ്ഞ് ജനിച്ചത്. ഒരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബമായിരുന്നു. വലിയ ഉയർന്ന കുടുംബമാണ്. പക്ഷേ സംഗീതത്തിലൊന്നും തീരെ തൽപരരായിരുന്നില്ല അവർ. എന്നാൽ ഈ കുട്ടിക്ക് ചെറുപ്പത്തിൽ തന്നെ സംഗീതത്തോട് വലിയ അഭിരുചിയായിരുന്നു. തൻ്റെ സംഗീതപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ മാർഗമില്ലാതെ ആ കുട്ടി ഏറെ ബുദ്ധിമുട്ടി. ഒരുപാട് തിക്താനുഭവങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്തു. കലയെ തീരെ പ്രോത്സാഹിപ്പിക്കാത്ത ഒരു കുടുംബമായിട്ട് പോലും ആ കുട്ടിയിലെ സംഗീത വാസന വളർന്നുകൊണ്ടേയിരുന്നു. സ്കൂൾ പഠനത്തിൽ ആ കുട്ടിക്ക് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. അന്ന് സിനിമകൾ നിശ്ചല സിനിമകളായിരുന്നു. അതിന് പശ്ചാത്തല സംഗീതം വായിച്ചിരുന്നത് വെള്ളിത്തിരയ്ക്ക് മുൻപിൽ കുറേ സംഗീതജ്ഞന്മാർ കൂടിയിരുന്ന് പല വാദ്യോപകരണങ്ങൾ കൊണ്ടായിരുന്നു വായിച്ചിരുന്നത്. ഏറെ പ്രാവശ്യം ഈ കുട്ടി ഇതിൽ കേൾക്കുകയും അതിൽ തൽപരനായിട്ട് അതിൽ ആകർഷണീയത തോന്നിയിട്ട് അവരുടെ കൂടെ കൂടുകയും ചെയ്തു. അങ്ങനെ പശ്ചാത്തല സംഗീതത്തിന്റെ സാങ്കേതിക വശങ്ങൾ പഠിച്ച ആ കുട്ടി ഇത്രയും തിക്താനുഭവങ്ങളുള്ള വീട്ടിലായിട്ട് പോലും ലക്നൌവിൽ വിഡ്സൺ എന്ന ഒരു സംഗീത കമ്പനി തന്നെ തുടങ്ങിയെന്ന് പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. 16 വയസ്സേ അന്ന് ആ കൗമാരക്കാരനുണ്ടായിരുന്നുള്ളൂ. ഉസ്താദ് ഗുർബത്ത് അലി, ഉസ്താദ് യൂസഫ് അലി, ഉസ്താദ് ബബ്ബൻ സാഹിബ് എന്നിങ്ങനെ മഹാസംഗീതജ്ഞന്മാരിൽ നിന്നും ഈ കൗമാരക്കാരൻ സംഗീതം പഠിച്ചു തുടങ്ങി. പക്ഷെ വീട്ടിലെ വിലക്ക് ദിനം പ്രതി കൂടി വന്നു. വളരെ കുലീനത്വമുള്ള വീടാണ്, വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരാണ് ആ വീട്ടിലുള്ളവർ. അവസാനം നിവൃത്തിയില്ലാതെ ആ കുട്ടി മുംബൈയിലേക്ക് വണ്ടി കയറി. മുംബൈ ആണല്ലോ ഇന്ത്യൻ സിനിമാ ലോകത്തിന്റെ പറുദീസ എന്ന് പറയപ്പെടുന്നത്. മുംബൈയിലെ ജീവിതം ഏറെ തിക്താനുഭവമുള്ളതായിരുന്നു. കാരണം ആരും സഹായിക്കാനുണ്ടായില്ല, കയ്യിൽ കാശില്ല. കുലീനത്വമുള്ള കുടുംബത്തിൽ ജനിച്ചിട്ട് പോലും ബോംബെയിലെ തെരുവീതികളിൽ ആ കുട്ടി അന്തിയുറങ്ങി. ഒരുപാട് പട്ടിണി കിടന്നു. അങ്ങനെ കഷ്ടപ്പാടുകൾക്കൊടുവിൽ അന്നത്തെ പ്രശസ്ത സംഗീത സംവിധായകനായ ഉസ്താദ് ജണ്ടേഖാന്റെ ശിഷ്യനായി മാറി. അദ്ദേഹത്തെ സംഗീതത്തിൽ അസിസ്റ്റന്റ് ചെയ്യുകയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഈ കൗമാരക്കാരന്റെ ജോലി. മാസത്തിൽ 40 രൂപ ശമ്പളക്കാരനാവുന്നതുവരെ ആ ദുരിതം തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോഴേക്കും സംഗീത ലോകത്തിലെ ഒരുപാട് പ്രശസ്തരുമായി സ്നേഹബന്ധം സ്ഥാപിക്കുവാൻ ആ കൗമാരക്കാരന് സാധിച്ചു. കമ്പോസറായ കരംചന്ദ് ആ യുവാവിനെ മെച്ചപ്പെട്ട ഒരു നിലയിലേക്ക് ഉയർത്തി. പിൽക്കാലത്ത് വലിയ സംഗീതജ്ഞനായി മാറിയപ്പോൾ ആ യുവാവ് പറയുകയുണ്ടായി, എന്റെ മാനസഗുരു കരംചന്ദ് സാറാണെന്ന്. 1940 ഈ യുവാവ് ആദ്യമായിട്ട് സ്വതന്ത്ര സംഗീത സംവിധായകനായത്. പ്രേംനഗർ എന്ന ആ ഹിറ്റ് സിനിമയോടുകൂടി പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഇന്ത്യൻ സംഗീത ലോകത്ത് ഒരു പുതിയ തരംഗം ഉദിക്കുകയായിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, നമ്മൾ ഹൃദയത്തിൽ വെച്ച് സ്വീകരിച്ച നമ്മുടെ പ്രിയപ്പെട്ട നൗഷാദ് സാറായിരുന്നു. ഇന്ത്യ കണ്ട എക്കാലത്തെയും സംഗീതജ്ഞന്മാരിൽ ഒരാളായി നൗഷാദ് സാർ മാറി. അദ്ദേഹത്തിന്റെ ഓരോ ഗാനവും അത്ര മധുരോധരമായിരുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾ പോലും അദ്ദേഹത്തിന്റെ ഗാനങ്ങളിൽ ആകൃഷ്ടരായി. മലയാളത്തിലും അദ്ദേഹം ഒരു സിനിമയ്ക്ക് വേണ്ടി സംഗീതം ചെയ്തിട്ടുണ്ട്. അത് നമ്മളുടെ ഏറെ പ്രിയപ്പെട്ട യൂസഫ് അലി സാറിൻ്റെയൊക്കെ നിർബന്ധത്തിലായിരുന്നു. ധ്വനി എന്നായിരുന്നു ആ സിനിമയുടെ പേര്. ആ സിനിമയ്ക്ക് വേണ്ടി സംഗീതം ചെയ്യാൻ വന്നപ്പോൾ അദ്ദേഹം ഒരു കാര്യം മാത്രമാണ് ആവശ്യപ്പെട്ടത്, പാടുവാൻ സുശീലാമ്മ എന്ന ഫീമെയിൽ സിംഗർ വേണമെന്നും മറ്റൊന്ന് അദ്ദേഹത്തിന് മനസ്സിലാകാവുന്ന ഭാഷയിൽ ഒരു ഗാനം വേണമെന്നും. അതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ യൂസഫ് അലി സാർ സംസ്കൃതത്തിൽ രചിച്ച ജാനകി ജാനെ എന്ന ഗാനം. രാമ 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 ജാനകി ജാനേ കദന നിദാനം നാഹം ജാനേ മോക്ഷകവാടം നാഹം ജാനേ ജാനകി ജാനേ രാമ 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 ജാനകി ജാനേ ഒരു രാഗമാല കോർത്തു സഖി ബാഷ്പധാരയാൻ മനസ്സിൻ ശുഭാഗ്നി സാക്ഷിയായി നിന്മാറിൽ ചാർത്തുവാൻ ഒരു രാഗ
മാല കോർത്തു സഖീ ബാഷ്പധാരയായി രതിസുഖസാരമായി ദേവി നിന്മേ വാർത്തൊര ദൈവം കലകാരൻ കലകാരൻ പ്രിയേ നിൻ പ്രേമമെന്നിൽ ചേർത്തൊരാ ദൈവം കലകാരൻ ये दुनिया से रखवाले सुन दर्द भरे मेरे नाले सुन दर्द भरे मेरे नाले सास हो तुम आवाज़ हूँ मैं तुम भी न हो मैं हूँ तार सास हो तुम आवाज़ हूँ मैं तुम भी न हो मैं हूँ तार रोक सको तो रोक लो अपनी पायल की जनकार सास हो तुम आवाज़ हूँ मैं പ്രിയപ്പെട്ടവരെ, നൗഷാദ് സാറിന്റെ ഗാനങ്ങൾ പറഞ്ഞാൽ തീരില്ല. അത്രയധികം മനോഹരമായ ഗാനങ്ങളാൽ നമ്മളുടെ ഹൃദയത്തെ കീഴടക്കിയ മഹാസംഗീതജ്ഞനാണ് നൗഷാദ് സാർ. ഇന്ന് നമ്മളുടെ നൗഷാദ് സാറിനെ ഓർത്തു പറയുന്നത് ധ്വനി എന്ന സിനിമയിൽ വളരെ സുന്ദരമായ ഒരു ഗാനം അദ്ദേഹം ചമച്ചിട്ടുണ്ട്. പദ്ദീപ് രാഗത്തിലാണത്. നമ്മളുടെ ദാസേട്ടനും സുശീലാമ്മയും പാടിയ സുന്ദരമായ ആ ഗാനം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പുല്ലാങ്കുഴൽ വായിക്കുന്നത് ഞങ്ങളുടെ സംഗീത കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പുല്ലാങ്കുഴൽ വാദകനായ ഹരീന്ദ്രനാഥേട്ടന്റെ പുല്ലാങ്കുഴലിലൂടെ ആ ഗാനം ഇതാ ഒരിക്കൽ കൂടി.
പ്രിയപ്പെട്ടവരെ, നൗഷാദ് സാറിൻ്റെ തേനൂലുന്ന സംഗീതത്തിൽ നമ്മളുടെ യൂസഫ് അലി സാറിൻ്റെ രചനയിൽ ദാസേട്ടനും സുശീലാമ്മയും പാടിയ അതിസുന്ദരമായ ഗാനം ഇന്ന് ഞങ്ങളുടെ സംഗീത കുടുംബത്തിൻ്റെ പുല്ലാങ്കുഴൽ വാദകനായ ഹരീന്ദ്രനാഥേട്ടൻ്റെ പുല്ലാങ്കുഴൽ വാദനത്തിലൂടെ നിങ്ങൾ കേട്ടുവല്ലോ. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു. NSK രാഗപരിചയത്തിൽ സംഗീതത്തിൻ്റെ പുത്തൻ വിഭവങ്ങളുമായി വീണ്ടും വരാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്